MD ശ്രീകുമാറിന്റെ പാട്ടാ അല്ലേ? പാടി നടക്കുന്നത് നമ്മളെ ചിത്ര ചേച്ചിന്റെ പാട്ടാ. ഇതൊക്കെയാ നടക്കുന്നത്. പിന്നെ എങ്ങനെയൊക്കെ എരുമെല്ലാം പറ്റുക? നിന്റെ നാവിന് നീ എന്ത് പരിചയപ്പെടുത്തി കൊടുത്തു അതേ നിനക്ക് ചൊല്ലാൻ പറ്റൂ. അവിടെ വെച്ചിട്ട് കലിമല്ലാനൊന്നും കഴിയില്ല. ഇവിടെ നിന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ് ദിക്ർ ചൊല്ലാറുണ്ടോ? ദിക്റിന്റെ സദസ്സിൽ പോയിരിക്കാറുണ്ടോ? സ്വലാത്തിന്റെ സദസ്സിൽ പോയിരിക്കാറുണ്ടോ? അള്ളാഹിനെ പറ്റി ചിന്തിക്കും, ഖുർആൻ ഓതാ. ഇതൊക്കെ ഓതുന്നവർക്കേ വരുള്ളൂ. അവിടെ വെച്ചൊരു അതൊന്നുമില്ല. ഖമാ തദീനു തുദാൻ, നീ എങ്ങനെ ജീവിക്കുന്നു അങ്ങനെ അള്ളാഹു നിന്നോട് പെരുമാറാൻ പോകുന്നത്. സുബ്ഹാനല്ലാഹ്. അതുകൊണ്ട് ഓർത്തുവെക്ക മുഅ്മിനെ. എല്ലാം കൂടെ ഒരു ജനറേഷൻ മുഴുവനും നന്നാവാനുള്ള വിഷയങ്ങളാണ് പരിശുദ്ധ ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിരുന്നത്. അള്ളാഹു നമ്മുടെ സമൂഹത്തിൽ നന്മയെ നിലനിർത്തുമാറാകട്ടെ. ആ ചെറുപ്പക്കാരൻ പറഞ്ഞു, ഇന്നല്ലദീന തഖൗ ഇദാ മസ്സഹും ത്വായിഫും മിനശ് ശൈത്വാനി തദക്കറു ഫഇദാ ഹും മുബ്സിറൂൻ. ഈ ആയത്താണ് ഓർമ്മ വന്നു. അതല്ലേ ഭയങ്കര അത്ഭുതം. ഒരു പെണ്ണ് വിളിക്കുകയാണ് ഹറാമിലേക്ക്. നാളെ അർശിന്റെ തണല് കിട്ടുമെന്ന് അഷ്റഫുൽ ഖൽഖ് പറഞ്ഞ 7 വിഭാഗത്തിലെ ഒരു വിഭാഗം ഇവരാണ്. എന്ത്? وإني أخاف الله من قال عندما الحمد لله وإني أخاف الله من قال عندما دعت ذات عال منصب وجمالي. حديث ഇങ്ങനെ ഉലമാ പാട്ടാക്കി ചൊല്ലി പഠിപ്പിക്കുകയാണ്. وإني أخاف الله, ഞാൻ അല്ലാഹുവിനെ പേടിക്കുന്നു എന്ന് പറഞ്ഞ ഒരാൾ, من قال عندما دعت ذات عال منصب وجمالي, നല്ല സൗന്ദര്യവും നല്ല അന്തസ്സുള്ള തറവാടും വീട്ടുകാര്, ആരോഗ്യമുള്ള ഭംഗിയുള്ളൊരു പെണ്ണ് തന്നെ ഹറാമിലേക്ക് ക്ഷണിച്ച സമയത്ത് ഞാൻ അല്ലാഹുവിനെ ഭയപ്പെടുന്നു എന്ന് പറഞ്ഞ ഒരാൾക്കും നാളെ അർശിന്റെ തണലുണ്ടെന്ന് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹ്. ഈ ചെറുപ്പക്കാരൻ ഓർത്തുപോവുകയാണ്. ഒരു പെണ്ണുങ്ങൾ വിളിച്ചു. ഈ മിസ് കോളാണ് ഇപ്പോൾ വലിയ വിഷയം. ഈ ഒരു മിസ്കീനായ ഒരു വല്ലാത്തൊരു സംഭവമാണ് അതല്ലേ. ആള് മിസ്കീനാ, പക്ഷെ എന്താ ദൂരവ്യാപകമായ പ്രതിഫലനങ്ങൾ. ഈ ചെറുപ്പക്കാർക്ക് ഒരു പണിയില്ലാത്തവർ കുറെ നമ്പർ എടുത്ത് കണ്ടോലൊക്കെ വെറുതെ റാൻഡം നമ്പേഴ്സ്, റാൻഡം ഡയലിംഗ്, ഇങ്ങനെ ഒരു പണി ചെറുപ്പക്കാർ ചെയ്യുന്നുണ്ടോന്നോ എന്റെ സംശയം. വെറുതെ ഡയലിംഗ് ഏതെങ്കിലും ആൾക്ക് അതേപോലെ മന്ത്രിക്കാർക്കും പോവാ. ചിലപ്പോൾ ഇതിന് പെണ്ണിനോ ആണിനായിരിക്കും. പെണ്ണിനാണെങ്കിൽ സേവ് ചെയ്ത് വെക്കുക, പിന്നെ വിളിക്കുക പാതിരാക്കും. എന്നിട്ട് ആ നമ്പർ വല്ല പൊട്ടക്കിണറ്റിനും കൊണ്ട് എറിയണ വരെ വിളിച്ചേക്കും. ഉളുപ്പില്ലാത്ത ജാതി മനുഷ്യന്മാര് ജീവിക്കുന്ന കാലം പടച്ചറബേ. പിന്നെ ഒരു മിസ് കോൾ വരാൻ കാത്തിക്കണ പെണ്ണുങ്ങളും എന്നോട് സ്നേഹം ഉണ്ടായിട്ടാണല്ലോ വിളിക്കും. ഇപ്പൊ എത്ര 100,000 പെണ്ണുങ്ങൾ വിളിച്ചിട്ടുണ്ടാവും. ആ കൂട്ടത്തിലാണ് നിന്നെ കിട്ടിയത് അല്ലേ. ഈ പ്രേമിക്കണോലെ വിഷയം അതാണ്. ഒരു കാണാൻ ചുരുക്കലോരൊക്കെ പ്രേമിക്കും. നിന്നെ മടുത്താ പിന്നെ അടുത്തേക്ക് പോകും. ഇതല്ലേ സംഭവിക്കണത്. ഇതല്ലേ ലോകം. ഇതൊക്കെ തീർന്ന പിന്നെ ഇതിനെ എവിടെയെങ്കിലും കൊണ്ടുപോയി ഒഴിവാക്കും. പിന്നെ ഒരു കുട്ടിയായി ജനിച്ചത് വാപ്പ ഹിന്ദുവാ, വാപ്പ ക്രിസ്ത്യാനി, കുട്ടിക്ക് ഇപ്പൊ എന്താ പേരിടാ? എന്ത് വ്യഭിചാര സന്താനം, വ്യഭിചാരത്തിൽ ജീവിച്ചത്, വ്യഭിചരിച്ച് തുടങ്ങിയത്, മരിച്ചു. നീ ഒരു ഉമ്മയും വല്യമ്മയൊക്കെ ആയി പോകേണ്ട പെണ്ണല്ലേ മോളെ. നീ ഒരു വാപ്പയും വല്യപ്പയായി പോകേണ്ട ആളല്ലേ ചെറുപ്പക്കാരാ. ഇതൊക്കെ മുമ്പോട്ട് ആലോചിക്കണില്ലല്ലോ. ഇതാണ് ഇത്ര വിഷയം. കുട്ടികളുടെ ഇന്റലിജൻസിനെ പറ്റി ഒരു ചർച്ച നടന്നിട്ടുണ്ട്, ഒരു ടെസ്റ്റ് നടന്നിട്ടുണ്ടായിരുന്നു US. അപ്പൊ കുട്ടികളോട് പറഞ്ഞു, കുട്ടികളെ, ഒരു കൂട്ടം ചെറുപ്പ കുട്ടികളോട്, നിങ്ങൾക്ക് ഇപ്പൊ വേണ്ടവർക്ക് ഒരു മിഠായി തരാം, ഇപ്പൊ വേണ്ടവർക്ക് ഒരു മിഠായി തരാം, ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ടാണെങ്കിൽ 2 എണ്ണം തരാന്ന് പറഞ്ഞു. ചില കുട്ടികളൊക്കെ എന്ത് ബുദ്ധിയില്ലാത്ത കുട്ടികളൊക്കെ എനിക്ക് ഒന്നിപ്പോ തന്നേക്കിന്ന് പറഞ്ഞു. ബുദ്ധിയുള്ള കുട്ടികളാ പറഞ്ഞത് എന്ത്, അരമണിക്കൂറല്ല, അത് കഴിഞ്ഞിട്ട് ഞാൻ 2 എണ്ണം വാങ്ങിക്കോളാം, ഞാൻ ഉണ്ടായിരുന്നോളാം. ഇതാണ് ബുദ്ധി. മുസ്ലിം ലോങ് ടേം ബെനിഫിറ്റ്സ് ആണ് നോക്കേണ്ടത്. ഇപ്പൊ എനിക്ക് സന്തോഷം, അതല്ല, നിനക്ക് വരാനുള്ളത് സങ്കടമാണ്, വരാനുള്ളത് സങ്കടമാണ്. ലാ ഖൈറ ഫീ ലദ്ദത്തിൻ മിൻ ബഅദിഹാ അന്നാറു, ഏത് ആനന്ദത്തിന്റെയും പിറകെ തീയാണ് വരാനുള്ളതെങ്കിൽ എന്ത് രസം പിന്നെ. കഴിഞ്ഞില്ലേ. ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിന്റെ കാലത്തെ ചെറുപ്പക്കാരൻ ഓർത്തുപോയത് അല്ലാഹുവിന്റെ ആയത്താണ്. പെണ്ണിന് ഓതി കൊടുത്തു, മോളെ, 2 പേർക്കും അറബി അറിയാം. ഇന്നല്ലദീന തഖൗ ഇദാ മസ്സഹും ത്വായിഫും മിനശ് ശൈത്വാൻ, അല്ലാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കുന്നവർക്ക് പിശാചിന്റെ എന്തെങ്കിലും ദുർബോധനങ്ങൾ തോന്നിത്തുടങ്ങിയാൽ നമ്മളൊക്കെ ഇത് വരും, എല്ലാവർക്കും വരും. നിങ്ങൾ വിചാരിക്കും വേദന ഉസ്താദ് എന്തോ വലിയ മലക്കായിരിക്കും, ഞാൻ നിങ്ങളെക്കാൾ മോശപ്പെട്ട ആളാന്ന് വിചാരിച്ചേക്ക്. അതന്നെ എന്റെ അവസ്ഥ. നമുക്കൊക്കെ വരും, നമുക്ക് മനുഷ്യന്മാരല്ലേ. ദുഷിച്ച ചിന്തകൾ വരൂലേ? വരും. എന്താ ചെയ്യേണ്ടത്?
തദക്കറൂ, അവിടെ അല്ലാഹുവിനെ ഓർമ്മ വരണം. യാ അല്ലാഹ്, എനിക്കിത് പറയാൻ പാടില്ലല്ലോ. യാ അല്ലാഹ്, എനിക്കിത് ചെയ്യാൻ പാടില്ലല്ലോ. പടച്ചവനെ, ഞാൻ അങ്ങനെ ചിന്തിക്കാൻ പാടില്ലായിരുന്നല്ലോ. ഫഇദാഹും മുബ്സിറൂൻ, അങ്ങനെ അവർക്ക് ഉൾക്കാഴ്ച ലഭിക്കും. അല്ലാഹുവിനെ പറ്റി ഓർമ്മ വരും. തിന്മ ചെയ്യുമ്പോഴേക്കും അല്ലാഹുവിനെ പറ്റി ഓർമ്മ വരും. ഇതാണ് മുഅ്മിൻ, ഇവനാണ് മുത്തഖി. മുത്തഖീങ്ങൾക്കല്ലയോ ഖുർആനിന്റെ മാർഗദർശനം? അവർക്കല്ലേ അല്ലാഹു സ്വർഗ്ഗം തരാൻ വേണ്ടി പറഞ്ഞത്? എന്താ? തിന്മ വരുമ്പോ ഓർമ്മ വരണം. വെറുതെ കിട്ടിയതാ കുപ്പി, ഗൾഫിൽ നിന്ന് വന്നവനൊക്കെ ഡ്യൂട്ടി ഫ്രീ കുപ്പി വാങ്ങി പോന്നിട്ടുണ്ട്. എന്നാ പിന്നെ അവന്റെ കൂടെ കൂടാ, ആ കുപ്പി തീരുന്ന വരെ അവന്റെ ഒപ്പം, അടുത്ത കുപ്പി വരുമ്പോ അവന്റെ കൂടെ. ഇങ്ങനെ ലാഭങ്ങൾക്ക് മസ്ലഹത്തിന് വേണ്ടി ജീവിക്കണം മനുഷ്യന്മാർ. അള്ളാഹിനെ പറ്റി വല്ല ഓർമ്മയുണ്ടോ? വല്ല ചിന്തയും വരുന്നുണ്ടോ? യാ അല്ലാഹ്, അതെനിക്ക് പാടില്ലല്ലോ പടച്ചോനെ, ഹറാമാണ് റബ്ബേ, എനിക്ക് പാടില്ല. അല്ലാഹുവേ, ഇന്ന ലികുല്ലി മലികിൻ ഹിമ വഅലാ വഇന്ന ഹിമല്ലാഹി മഹാരിമു. അല്ലാഹുവിന്റെ നിയന്ത്രിത വലയത്തിലേക്ക് ഞാൻ കടക്കാൻ, ഇവിടെ ഞാൻ കടക്കാൻ പാടില്ലല്ലോ. ഇത് രാജസന്നിധിയാണ്. അല്ലാഹു തആല നിയന്ത്രണ മേഖല വെച്ചിരിക്കെ ഞാനതിന് ട്രസ്പാസ് ചെയ്യാൻ പാടില്ലല്ലോ. ഇങ്ങനെ ചിന്തിക്കുന്നവർ, അങ്ങനത്തെ ആളുകളാണ് മുത്തഖീങ്ങളെന്ന് അല്ലാഹു പറഞ്ഞ ആയത്ത് ഈ ചെറുപ്പക്കാരൻ അങ്ങ് ഓതുകയും ഫഖറ മഗ്ശിയ, ബോധരഹിതനായി വീണു. അവിടെ വീണു, ഈ പെണ്ണിന്റെ മുമ്പിൽ അങ്ങ് വീണു. ഇവള് എന്ത് ചെയ്യാൻ പറ്റും? ചെറുപ്പക്കാരൻ ബോധം കെട്ട് വീണിരിക്കുക. കള്ളുടിച്ചിട്ട് നമ്മളൊക്കെ നാട്ടിൽ വീണ് നടക്കുന്നത്. ഇപ്പൊ ഈ ചെറുപ്പക്കാരൻ വീണത് എങ്ങനെ? അള്ളാന്റെ ആയത്ത് ഓതി പേടിച്ചതാ. രണ്ട് പെണ്ണുങ്ങൾ കൂടി ഈ ചെറുപ്പക്കാരനെ ചുമന്ന് ഇവന്റെ വീടിന്റെ പരിസരത്ത് കൊണ്ടുപോയിട്ട് കൊടുത്തു. അപ്പൊ വീട്ടിലെ വലിയ അപ്പ ആ വീടിന്റെ മുറ്റത്തിരിക്കാറുണ്ട്. ആള് കണ്ടു, പടച്ചോനെ, എന്റെ കുട്ടിയെ എവിടുന്ന് കിട്ടി? ബോധം കെട്ട് കിടക്കുകയായിരുന്നു. എന്താ ഈ ബോധം കെട്ടത്? അള്ളാഹിനെ പറ്റി ഓർത്തിട്ടാ. എപ്പോഴാ അള്ളാഹിനെ പറ്റി ഓർത്തത്? ഒരു പെണ്ണ് ദേഹത്തെ കയറി പിടിക്കാൻ നോക്കിയപ്പോ. നമ്മളൊക്കെ പിടിക്കാൻ വേണ്ടി നടന്നു കൊടുക്കുകയാണല്ലേ. ആരെങ്കിലും സ്നേഹിക്കട്ടെ എന്ന് പറഞ്ഞ് പെണ്ണുങ്ങൾക്കുണ്ട്. എന്താണ് ഈ പുറത്തേക്ക് നടക്കുമ്പോൾ മാത്രമേ ഈ ഒരുങ്ങണീന്റെ സൈക്കോളജി എന്താണെന്ന് എനിക്ക് മനസ്സിലാവണില്ല. വീട്ടിലൊക്കെ മുഷിഞ്ഞിട്ടും നാറിയിട്ടും സുഗന്ധം ഉപയോഗിക്കാതെയും, വീട്ടിലെ നീ സുഗന്ധം ഉപയോഗിക്കുക, വീട്ടിൽ നീ നല്ല നിലക്ക് ജീവിക്കുക, നിന്റെ ഭർത്താവിന് ആശ്വാസം സ്നേഹവും പകരുന്ന രീതിയിൽ പെരുമാറ്. എന്നാ പിന്നെ കല്യാണാണ്, എന്നാ പിന്നെ ഒരുങ്ങി ചെത്തിപ്പൊളിച്ച് എന്താ നടത്തം? അങ്ങനെ പാട്ട് പാടുന്നുണ്ട്. കാസർകോട്ടെ പെണ്ണുങ്ങളെ കണ്ടുക്കണോ, തലശ്ശേരിത്തെ കണ്ടുക്കണോ, മാഹിത്തെ കണ്ടുക്കണോ? എന്താ ഈ നടക്കണതൊക്കെ കണ്ടില്ലേ? നമ്മളൊക്കെ ഇങ്ങനെയാണ്. നിന്റെ ലക്ഷ്യം എന്താ? നീ ആർക്കാണ് ഈ പ്രൊജക്ട് ചെയ്യുന്നത്? എന്നെ നീ എടുത്തോ, ഞാൻ നാട്ടുകാർക്കുള്ള ആളാണ്, ഞാൻ വീട്ടുകാർക്കുള്ളതല്ല. അതല്ലേ പറഞ്ഞിട്ട് മലയാളം നേരെ അർത്ഥപ്പതല്ലേ. ഞാൻ ഒരുങ്ങണത് നിങ്ങൾക്കാട്ടോ, നാട്ടുകാരെ നോക്കിക്കോ കേട്ടോ. പിന്നെ ഞാൻ ഒരുങ്ങണത് എന്റെ ഭർത്താവിനും വീട്ടുകാർക്കൊന്നല്ല, ഞങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. ഹറാമല്ലേ? ഏതെങ്കിലും ഒരു പെണ്ണ് അത്തർ പൂശി പുറത്തിറങ്ങിയാൽ അവൾ വ്യഭിചാരിണിയാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അട്രാക്ട് ചെയ്യാൻ നല്ല ശബ്ദമൊക്കെ നല്ല മെച്ചപ്പെടുത്തി, എന്തൊരു സ്നേഹത്തിലും മയത്തിലും അന്യ ആണുങ്ങളോടും അന്യ പെണ്ണുങ്ങളോടൊക്കെ സംസാരിക്കുന്നത് ആണുങ്ങളും പെണ്ണുങ്ങളും. യാ അല്ലാഹ്, ഹറാമല്ലേ മുഅ്മിനെ? ഹറാമാണ്, ഹറാമ. കല്യാണം കഴിക്കണവരെ വെയിറ്റ് ചെയ്യ്. അതിന് നിനക്ക് പറ്റണില്ലേ? നീ നോമ്പ് നോറ്റോ. നിന്റെ വികാരം നിനക്ക് പിടിച്ചു വെക്കാൻ പറ്റണില്ലല്ലേ? നിക്കാഹ് ചെയ്യണവരെ, നിനക്ക് മഹർ കൊടുത്ത് ചെലവ് പുലർത്താൻ പറ്റുന്നവരെ പിടിച്ചു നിൽക്കാൻ പറ്റണില്ലേ? നോമ്പ് നോൽക്ക്. നിന്റെ ശരീരത്തെ അടക്കിപ്പിടിച്ചാൽ അത് നിന്നെ സഹായിക്കുന്ന. സുബ്ഹാനല്ലാഹ്. يا نساء النبي لستن كأحد من النساء. رشد القرآن. يا نساء النبي لستن كأحد من النساء إن اتقيتن فلا تخضعن بالقول فيطمع الذي في قلبه مرض. നോക്കണം, പരിശുദ്ധ ഖുർആൻ അഷ്റഫുൽ ഖൽഖിനോട് പഠിപ്പിക്കുകയാണ് നബിയേ. അവിടുത്തെ പെണ്ണുങ്ങളോട് പറഞ്ഞു കൊടുക്കണം നബിയേ. എന്ത്? അങ്ങ് പുരയിലില്ലാത്ത നേരത്ത് ആണുങ്ങളും പെണ്ണുങ്ങളും കേൾക്ക് സഹോദരാ, സഹോദരി, സ്നേഹം കൊണ്ട് പറഞ്ഞു തരാൻ. ഓർമ്മ ഇല്ലാത്തത് കൊണ്ടോ മറന്നുപോയത് കൊണ്ടോ ആണെങ്കിൽ ഓർമ്മപ്പെടുത്തുകയാണ്. ഫദക്കിർ, ഓർമ്മപ്പെടുത്തിയാൽ മുഅ്മിനീങ്ങൾക്ക് ഉപകരിക്കുമല്ലോ. ഫദക്കിർ ഫഇന്ന الذിക്റാ തൻഫഉൽ മുഅ്മിനീൻ. പരിശുദ്ധ ഖുർആൻ പറയുന്നു, നബിയേ, അങ്ങയുടെ പെണ്ണുങ്ങളോട് പറയണം, അങ്ങ് പുരയിലില്ലാത്ത നേരത്ത്, അങ്ങ് പുരയിലില്ലാത്ത നേരത്ത് അങ്ങയെ അന്വേഷിച്ചുകൊണ്ട് ആരെങ്കിലും വീട്ടിലേക്ക് വന്ന് വല്ലതും ചോദിച്ചാൽ
അല്ലാഹുവിനെ ഭയപ്പെടുന്ന പെണ്ണുങ്ങൾ ചെയ്യേണ്ടതെന്താ? ഫലാ തഖ്ളഅന ബിൽ ഖൗലി, അവർ സംസാരം മയപ്പെടുത്തി സംസാരിക്കരുത്. വാപ്പയുടെ ഭർത്താവിടെ മോമഞ്ഞെവിടെ അദ്രമാകുഞ്ഞെവിടെ എന്നൊക്കെ ചോദിക്കണ നേരത്ത് നീ കഥ പറയാൻ നിൽക്കണ്ട, ഇവിടെ ഇല്ല, പുറത്തുപോയി. കുറച്ച് ശബ്ദം കനപ്പെടുത്തി സംസാരിക്കണം. ഒന്ന് റഫായിട്ട് പറഞ്ഞ മോളെ, അള്ളാഹു പറയുന്നത് നിന്റെ ഭർത്താവിനെ ചോദിച്ച് അന്യൊരാള് വീട്ടിലേക്ക് വന്ന് ചോദിക്കുമ്പോ നീ നിന്റെ കിളിക്കൂറ്റെടുക്കണ്ട. നീ സംസാരിക്കേണ്ടത് ഫലാ തഖ്ളഅന ബിൽ ഖൗൽ, do not speak softly. എങ്ങനെ? നീ റഫായിട്ട് സംസാരിക്കണം എന്നാ ഖുർആൻ പറഞ്ഞത്. ഇപ്പൊ നടക്കണതോ ഭർത്താവ് ചോദിക്കുകയാണെങ്കിൽ കുരച്ച് ചാടിയിട്ട്, പുറത്തുള്ള വല്ലതും ചോദിക്കുകയാണെങ്കിൽ യാ അല്ലാഹ് എന്നെ പിടിച്ച് കെട്ടിക്കൊണ്ടോയിക്കോ എന്നുള്ള വർത്തമാനം പെണ്ണ്. സുബ്ഹാനല്ലാഹ്. നേരെ ഓപ്പോസിറ്റ് അല്ലാഹ് പറഞ്ഞത് എന്താ? ഫയതുമഅല്ലദീ ഫീ ഖൽബിഹി മറദ്, ഹൃദയത്തിന്റെ ഉള്ളിൽ അസുഖമുള്ളവൻ കാണും സമൂഹത്തിൽ. പെണ്ണുങ്ങളെ പിന്നാലെ മണം പിടിച്ച് നടക്കുന്നവരുണ്ടാവും. അങ്ങനെ ഹൃദയത്തിന് അസുഖമുള്ളവൻ നിന്റെ കിളിക്കൂറ്റ് കണ്ടാൽ നിന്നിൽ ഹറാം ആഗ്രഹിക്കാൻ തുടങ്ങും. അതില്ലാതിരിക്കാൻ ശബ്ദം കനപ്പിച്ച് വർത്തമാനം പറയണേ. നിന്റെ വീട്ടുകാര് പുരയിലില്ലാത്ത നേരത്ത് എല്ലാവരും ഒന്ന് ചോദിച്ചാൽ ഇപ്പൊ എന്താ നടക്കുന്നത്? നല്ല കിളിക്കൂറ്റിൽ എന്തിന്? വല്ല അസുഖം ഉണ്ടെങ്കിൽ പുറത്തു വരട്ടെ. സുബ്ഹാനല്ലാഹ്. നേരെ ഓപ്പോസിറ്റ് അള്ളാഹു പറഞ്ഞിന്റെ നേരെ ഓപ്പോസിറ്റ്. ഇനി എന്താ പറയാ? അള്ളാഹ് പറഞ്ഞു ഹൃദയത്തിന് അസുഖമുള്ളവന് നിന്നിൽ ഹറാം ആഗ്രഹിക്കും കേട്ടോ. അങ്ങനെ അസുഖമുള്ളവർ കൊണ്ട് വരട്ടെ. അസുഖം പുറത്തെടുക്കാൻ വേണ്ടി അവരോട് എന്താ കുടിക്കാൻ എടുക്കട്ടെ, പത്തനും കറി എടുക്കട്ടെ. പടച്ചോനെ പൊന്നാര പെണ്ണെ, നിനക്ക് എങ്ങനെ സംസാരിക്കാൻ പറ്റും? നിക്കാഹ് ചെയ്യാൻ പറ്റുന്ന പെണ്ണാണെങ്കിൽ നിന്റെ അളാപ്പയുടെ മക്കൾ, നിന്റെ അമ്മായിയുടെ മക്കൾ, നിന്റെ മൂത്തമ്മയുടെ മക്കൾ, നിന്റെ കാക്കയുടെ മക്കൾ, ഇതൊക്കെ നിനക്ക് വിവാഹം ചെയ്യാൻ പറ്റുന്നവരാണ്. അത്തരക്കാരോട് അത്തരക്കാരികളോട് നിനക്ക് സലാം ചൊല്ലാൻ പാടില്ല. ഇതല്ലേ ശറഅ് പറഞ്ഞത്? അല്ലേ? സലാം ചൊല്ലാൻ നിനക്ക് മുസാഫഹത്ത് ചെയ്യൽ ഹറാമല്ലേ? അഷ്റഫുൽ ഖൽഖായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിലേക്ക് ഒരു പെണ്ണ് ബൈഅത്ത് ചെയ്യാൻ വന്നിരിക്കുകയാണ്. നബിയേ, അല്ലാഹുവിന്റെ റസൂലേ, അല്ലാഹു ഏകനാണെന്നും അല്ലാഹു വാഹിദാണ്, സ്വമദാണെന്നും അങ്ങ് ആ അല്ലാഹു എന്തുദ്ദേശിച്ചുവോ അത് ലോകത്തിന് പറഞ്ഞു തരാൻ വന്ന അല്ലാഹുവിന്റെ ദൂതരാണെന്നും ഞാൻ സാക്ഷ്യം വഹിക്കുന്നു നബിയേ. ഞാൻ വ്യഭിചരിക്കൂല, ഞാൻ മോഷണം ചെയ്യൂല, ഞാൻ നുണ പറയൂല, കള്ളസാക്ഷ്യം ചെയ്യൂല എന്നിത്യാദി വിഷയങ്ങളിൽ അഷ്റഫുൽ ഖൽഖിന് ബൈഅത്ത് ചെയ്തിരുന്നു മുസ്ലിമീങ്ങൾ. പെണ്ണുങ്ങളും ആണുങ്ങളും ചെയ്തു. അങ്ങനെ ഒരു പെണ്ണ് ഹബീബിന്റെ മുമ്പിലേക്ക് കൈകൊടുക്കാൻ വന്നപ്പോഴാണ് മുഅ്മിനീങ്ങൾക്ക് വാപ്പയല്ലേ റസൂലുള്ളാഹ്? അല്ലേ? മുഅ്മിനീങ്ങൾക്ക് വാപ്പയാണ്. النبي أولى بالمؤمنين من أنفسهم وأزواجه أمهاتهم. നബി തങ്ങൾ മുഅ്മിനീങ്ങൾക്ക് അവരുടെ ശരീരത്തെക്കാളും ബന്ധപ്പെട്ടവരാണ്. അവരുടെ നബി തങ്ങളുടെ ഭാര്യമാർ സത്യവിശ്വാസികൾക്ക് മാതാക്കളാണ്. അങ്ങനത്തെ നബി ഈ പെണ്ണിനോട് പറയുന്നത് ഇന്നി ലാ ഉസാഫിഹു ഇംറഅ, മറ്റൊരു പെണ്ണിന്, എന്റെ ഭാര്യയല്ലാത്തൊരു പെണ്ണിന് കൈതരാൻ എനിക്ക് പാടില്ല മോളെ എന്ന് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹ്. നീ ഷെയ്ഖാനും ചെയ്ത് നടക്കല്ലേ? നിന്റെ ഷോപ്പിലേക്ക് കയറി വരുന്ന പെണ്ണിന്റെ പേര് അസ്സലാമു അലൈക്കും യാ മർഹബ കൈഫ് ഹാലക്, പിടിക്ക് ചായ വേണോ, കോഫി വേണോ, ഷവർമ വേണോ, നീ കൈ കൊടുത്തിട്ട് സ്വീകരിക്കല്ലേ? ഹറാം, ഹറാമല്ലേ അത്? പിശാചിന് അവസരം ഉണ്ടാക്കി കൊടുക്കല്ലേ? വിശുദ്ധ ഖുർആൻ ദീനും പഠിപ്പിക്കുന്ന ഏറ്റവും വലിയ വിഷയം, നിങ്ങൾ ആരെങ്കിലും കാണാനുണ്ടോ എന്ന് നോക്കണ്ട, നിങ്ങൾ അള്ളാനെ കാണുന്നുണ്ട് എന്ന് നോക്ക്. അതാ അവിടെ ചെയ്യാൻ വേണ്ടി പറഞ്ഞത്. ആരും നിന്നെ കാണില്ല എന്ന് വിചാരിക്കുക, ആരും ഇല്ല എന്ന് വിചാരിക്കുക. അല്ലാഹുവില്ലേ? ഇതാണ് ഉമർ ഫാറൂഖ് തങ്ങളുടെ കാലത്തെ ചെറുപ്പക്കാരൻ ചിന്തിച്ചത്. തന്റെ വല്യപ്പ മയ്യത്ത് പോലെ കിടക്കണ തന്റെ ചെറുപ്പക്കാരനെ കണ്ടപ്പോ, തന്റെ പേരക്കുട്ടിയെ കണ്ടപ്പോ ചോദിച്ചു, മോനെ എന്ത് പറ്റി? ബോധം തെളിഞ്ഞപ്പോ, വല്യപ്പാ നിസ്കാരം കഴിഞ്ഞ് വരുന്ന നേരത്താണ് ഒരു പെണ്ണെന്നെ കയറി പിടിച്ചത്. ആ നേരം അല്ലാഹു പറഞ്ഞ ആയത്ത് എനിക്ക് ഓർമ്മ വന്നുപ്പാ. അങ്ങനെ അങ്ങ് തലടിച്ചു വീണതാണ്. ഉപ്പാ അമീറുൽ മുഅ്മിനീൻ ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിനോട് പോയി പറഞ്ഞു കൊടുക്കണം. മാ ജസാഉ മൻ ഖാഫ അല്ലാഹ്, അള്ളാഹുവിന്റെ മഖാമിനെ പേടിച്ചവന് എന്ത് കൂലിയാണ് അള്ളാഹു തരുന്നത് എന്ന് എനിക്ക് വേണ്ടി ഒന്ന് ചോദിക്കണം കേട്ടോ. ഞാൻ അള്ളാഹിനെ പേടിച്ചവിടെ, എന്റെ ഇഷ്ടത്തിന് ഇരിക്കാൻ അവിടെ റെഡിയാണ്, പക്ഷേ ഞാൻ അള്ളാഹിനെ പേടിച്ചു. പാപ്പ ഒന്ന് പറഞ്ഞു കൊടുക്കും. വല്യപ്പ പോയി ഉമർ തങ്ങളുടെ അടുത്തേക്ക് രാവിലെ.
ഉമർ റളിയല്ലാഹു അൻഹു ചെറുപ്പക്കാരൻ അപ്പോഴും ഒരു ക്ഷീണത്തിൽ കിടക്കുക. ഉമർ തങ്ങൾ വന്നപ്പോഴേക്കും ചെറുപ്പക്കാരൻ മരിച്ചിട്ടുണ്ട്. ആ ചെറുപ്പക്കാരനെ മയ്യിത്ത് നിസ്കരിച്ചു ഉമർ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു. എന്നിട്ട് അവിടെ നിന്ന് പറഞ്ഞു, ലക ജന്നതാൻ, നിനക്ക് 2 സ്വർഗ്ഗമുണ്ട്, നിനക്ക് 2 സ്വർഗ്ഗമുണ്ട്. ഖുർആനാ പറഞ്ഞത്. വലിമൻ ഖാഫ മഖാമ റബ്ബിഹി ജന്നതാൻ, അല്ലാഹുവിന്റെ മഹത്വം മനസ്സിലാക്കി എന്റെ റബ്ബ് എന്നോട് അനുവദിച്ചില്ലല്ലോ എന്ന് ചിന്തിച്ച് പിന്മാറുന്നവൻ, തിന്മയിൽ നിന്ന് പിന്മാറുന്നവൻ, ഇവർക്കാണ് സ്വർഗ്ഗം. 1 അല്ല 2 ജന്നതാൻ. യൂസുഫ് അലൈഹിസ്സലാമിനെ പോലെ ഉമർ തങ്ങൾ പറഞ്ഞു, അൽഹംദുലില്ലാഹ് അല്ലദി ജഅല ഫീ ഹാദിഹിൽ ഉമ്മ, ഈ ഉമ്മത്തിൽ അല്ലാഹു ഉണ്ടാക്കിയല്ലോ റജുലൻ വാഹിദൻ മിഥല യൂസുഫ്, യൂസുഫ് നബിയെ പോലത്തെ ഒരാളെങ്കിലും ഈ ദീനിൽ അല്ലാഹു ഉണ്ടാക്കിയല്ലോ. അൽഹംദുലില്ലാഹ്. ഇങ്ങനത്തെ ചെറുപ്പക്കാരികളാണ് നമുക്ക് വേണ്ടത്. ഹറാമിലേക്ക് വിളിക്കുമ്പോ ഞാൻ ഇല്ല മോളെ, ചെറുപ്പക്കാരെ ഇന്ന് നീ ഡിലീറ്റ് ചെയ്തോ നിന്റെ കോണ്ടാക്ട്സിൽ, ഇന്ന് നീ നിന്റെ ഫ്രണ്ട്സിനെ അൺഫ്രണ്ട്ലി, അള്ളാഹ്ക്ക് വേണ്ടി, അള്ളാഹിനെ വിചാരിച്ചു. പെണ്ണെ സ്നേഹമൊക്കെ സ്നേഹമാണ്, പക്ഷേ നമുക്കിത് പാടില്ല പെണ്ണെ, ഞാൻ മടങ്ങാണ്, തൗബ ചെയ്ത് ഇന്ന് നാളെ നിന്റെ അക്കൗണ്ടുകളൊക്കെ ഒന്ന് ശരിയാക്കിക്കോ. നിന്റെ കിതാബ് ഉണ്ടല്ലോ, ഫേസ്ബുക്ക് തന്നെ കിതാബ്, ആ കിതാബ് നാളെ ഒന്ന് അപ്ഡേറ്റ് ചെയ്ത. എന്ത്? നിനക്ക് പാടില്ലാത്തവർ നിന്റെ ഫ്രണ്ടായിട്ട് ഓൺലൈനിലോ ഓഫ്ലൈനിലോ ഓൺ എയറിലോ ഓഫ് എയറിലോ ഇതൊന്നും പറ്റില്ല. അള്ളാഹു അനുവദിച്ചിട്ടില്ല, അള്ളാഹു അനുവദിച്ചിട്ടില്ല. ചെറുപ്പക്കാർ അച്ചടക്കം പാലിച്ച് ജീവിക്കുക, പെണ്ണുങ്ങൾ അച്ചടക്കം പാലിച്ച് ജീവിക്കുക. സൂറത്തുൻ നൂർ പഠിക്കുക, ഖുർആന്റെ തഫ്സീറാണത്, പഠിക്കുക. അതിന്റെ സീഡികളും കാസറ്റുകളൊക്കെ എന്തെങ്കിലും എവിടെ നിന്നൊക്കെ കിട്ടുന്നുണ്ടോ നിങ്ങൾ വാങ്ങിച്ചോളൂ, പഠിക്കുക, നന്നായിട്ട് പഠിക്കുക. അള്ളാഹു നമ്മളൊക്കെ നന്നാക്കി തെരുമാറാകട്ടെ. ഉമർ റളിയല്ലാഹു തആല അൻഹു മദീനയിലൂടെ പോകുമ്പോഴാ ഒരു പെണ്ണുങ്ങനെ വല്ലാത്ത പാട്ട് പാടുന്നത് രാത്രി നേരത്തെ. ആ പാട്ടിന്റെ സാരാംശം ഇങ്ങനെയാണ്: هل من سبيل إلى خمر فأشربها أم من سبيل إلى نسر بن حجاج. യാ ഉമർ തങ്ങൾ നിന്നോയി, പടച്ചോനെ എന്താണ് ഈ പാട്ട്, എന്താണ് ഈ പാട്ട്? ഹൽ മിൻ സബീലിൻ ഇലാ ഖംറിൻ ഫഅശ്റബഹാ, കുടിക്കാൻ ക്ലേശം, കള്ള് കിട്ടിയ തരക്കേടില്ലല്ലോ. ആരെ പാടുന്നത്? ഒരു പെണ്ണേ പറയുന്ന പാടുക. നമ്മളൊക്കെ പറയും പടച്ചോനെ, ഇപ്പൊ ചെറുപ്പക്കാർക്ക് പെൺകുട്ടികളെ ആലോചിക്കുമ്പോഴേ കള്ളോട് ചീട്ടളില്ലാത്ത ചെറുപ്പക്കാരെ കിട്ടിയാൽ മാഷാ അല്ലാഹ് രക്ഷപ്പെട്ടു. ഉസ്താദെ അങ്ങനെ പറയില്ലേ, കള്ളുടിച്ച് റോട്ട് കിടക്കാത്തവരെ കിട്ടിയാൽ രക്ഷപ്പെട്ടു എന്ന് അത്ര നോക്കാൻ പറ്റുള്ളൂ, ഇല്ലാത്തവരില്ല. ഈ ചോരൊക്കെ കള്ളുടിച്ച ചോരയായിട്ട് എങ്ങനെ അതുകൊണ്ട് ദ്വാരം അല്ലാഹ് സ്വീകരിക്കുക? നിന്റെ ശരീരത്തിൽ ഓരുന്ന രക്തം അള്ളാഹു ഹറാമാക്കിയ മദ്യത്തിലൂടെ പോഷണം കിട്ടിയതെങ്കിൽ നിന്റെ നിസ്കാരം അല്ലാഹ് തൗബ ചെയ്ത് മടങ്ങിക്കോ, അള്ളാഹുലേക്ക് തൗബ ചെയ്ത് മടങ്ങിക്കോ. പെണ്ണ് പറയാ ഇനിയുള്ള കാലം അങ്ങനെയാ. ഇന്ന് രാവിലെ എന്റെ സുഹൃത്ത് വിളിച്ചു, നമ്മുടെ വളരെ വളരെ വേണ്ടപ്പെട്ട നമ്മുടെ സുഹൃത്ത് ആസിഫ് ദാരിമി ഉസ്താദ്, നമ്മുടെ ഇബാദിന് വേണ്ടിയൊക്കെ പ്രവർത്തിക്കുന്നവർ, നമ്മുടെ SKSF പ്രവർത്തകർക്ക് അറിയാൻ പറ്റുമായിരിക്കും. അവർ ക്യാമ്പസിൽ നടന്നൊരു വിഷയത്തിൽ പെൺകുട്ടികളുടെ ഹോസ്റ്റലിൽ കോൺട്രാസെപ്റ്റീവ് പിൽസ് ആൻഡ് മെഡിസിൻസ്, അതിന് ആവശ്യമായ സാധനങ്ങൾ, പിന്നെ ഡ്രഗ്സ് ആൻഡ് നർക്കോട്ടിക്സ് പെൺകുട്ടികളുടെ ഹോസ്റ്റലിൽ നിന്ന് കിട്ടിയത്. അതും നമ്മുടെ കേരളത്തിലെ ഒന്ന് അച്ചടക്കമുണ്ട് എന്നൊക്കെ നമ്മൾ വിചാരിക്കുന്ന ഒരു എഞ്ചിനീയറിംഗ് കോളേജിന്റെ ഉള്ളിൽ നിന്ന് റെയ്ഡ് നടത്തിയപ്പോൾ കിട്ടിയത്, പെൺകുട്ടികളുടെ ഹോസ്റ്റലിൽ നിന്ന് കിട്ടിയത് മയക്കുമരുന്ന്, സൂചികൾ, ഇഞ്ചക്ഷനുകൾ, പിന്നെ ഗർഭമുണ്ടാവാതിരിക്കാനുള്ള മരുന്നുകൾ. എന്തൊക്കെയാ അതിന്റെ കറുത്ത്? ഇന്ന് രാവിലെ ഞാൻ കാഞ്ഞങ്ങാട് വന്നതിന് ശേഷം അദ്ദേഹം സംസാരിച്ചപ്പോൾ ഇന്ന് രാവിലെ പറഞ്ഞ വിഷയം, ഉമ്മത്തിന്റെ കഥ കിടക്കുന്നത് ഇങ്ങനെ. ഇനി അടുത്തൊരു കാലം, ഇപ്പൊ തന്നെ ആണോന്ന് എനിക്കറിയില്ല, കള്ളുടും ചീട്ടടില്ലാത്ത പെണ്ണിനെ കിട്ടണം എന്ന് ദ്വാരക്കേണ്ടി വരും. ആണുങ്ങൾ പോട്ട് പെണ്ണുങ്ങൾ കള്ളുടിക്കുന്ന അവസ്ഥ വരുമോ? ഇത് മാറണം. മുഅ്മിനെ, മരിക്കാൻ പോണ ലോകം നിന്നെ കുറച്ചു നേരത്തേക്ക് അള്ളാഹു ഇവിടെ വെച്ചിട്ടുള്ളൂ, നീ പോവേ പറ്റൂ. അള്ളാഹു നിന്നെ വിളിക്കാൻ പോവാണ്. കുറെ ആൾക്കാരെ വിളിച്ചു, അവർ കിടക്കുകയാണ് മണ്ണിൽ അനന്തമായി, ഖിയാമത്ത് മഹ്ശറ വരെ വിശ്രമിക്കാൻ പോയിരിക്കുകയാണ്. നമ്മളും ഈ നാട്ടിലാണ്, ഇവിടെയാണ് മരിക്കണതെങ്കിൽ ഈ പള്ളിക്കാടിന്റെ എവിടെയെങ്കിലും ഓരത്ത് നമ്മളും പോയി കിടക്കണം. ഇല്ലെങ്കിൽ നമ്മളെ മഹല്ലുകളിൽ ആ ലോകത്തെ കുറിച്ച് ഓർത്തു. ഇന്ന് അള്ളാഹു നമ്മളെ കൊണ്ടുപോയാൽ നമ്മുടെ അവസ്ഥ എന്താണ്? നമ്മൾ തൗബ ചെയ്ത് മടങ്ങിയിട്ടുണ്ടോ? എന്നെ റബ്ബ് സ്വീകരിക്കുമോ? എന്റെ പടച്ചോൻ എന്നെ സ്വീകരിക്കുമോ? എന്റെ അവസ്ഥ എന്താണ് എന്ന് കിടക്കുമ്പോൾ ആലോചിക്കുക. തൗബ ചെയ്യും. കിടക്കുന്നല്ല, ഈ സദസ്സിൽ എഴുന്നേൽക്കുമ്പോഴേക്കും ആലോചിക്കുക. തൗബ ചെയ്ത് മടങ്ങും. ഒരു പെണ്ണങ്ങനെ പാടുകയെന്ന്, ഹമ്മിൻ സബീലിൻ ഇലാ ഖംറിൻ ഫഅശ്റബഹാ
അമ്മിൻ സബീലിൻ ഇലാ നസ്ർ ഇബ്നു ഹജ്ജാജ്. കള്ളു കുടിക്കാൻ കിട്ടിയിരുന്നെങ്കിൽ തരക്കേടില്ലായിരുന്നു. ഒരു പെണ്ണിങ്ങനെ പാടുന്നു. അല്ലെങ്കിൽ നസ്ർ ഇബ്നു ഹജ്ജാജിനെ കിട്ടിയ തരക്കേടില്ലായിരുന്നു. നസ്ർ ഇബ്നു ഹജ്ജാജ്. ഉമർ തങ്ങൾ യാ അല്ലാഹ്, എന്താണ് ഈ പെണ്ണി പാടുന്നത്? നേരെ പോയി പരിശുദ്ധമായ മദീനയിലെ പള്ളിയിലേക്ക്, അഷ്റഫുൽ ഖൽഖ് മിമ്പറിൽ നിന്ന്, മിഹ്റാബിൽ നിന്ന് പള്ളിയിലേക്ക്, മസ്ജിദുൻ നബവിയിലേക്ക് സുബ്ഹ് നിസ്കാരം കഴിഞ്ഞ പാടെ അമീറുൽ മുഅ്മിനീൻ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ഒരു ചോദ്യം. അല്ല സഹോദരന്മാരെ, ആരാണ് നസ്ർ ഇബ്നു ഹജ്ജാജ്? അത് ഇന്നാൻ ചെറുപ്പക്കാരനാണ്, നല്ല കാണാൻ ഭംഗിയുള്ള, ഓനെ കൊണ്ടുവരീന്ന് പറഞ്ഞു. നല്ലൊരു ഭംഗിയുള്ള ചെറുപ്പക്കാരൻ. ഉമർ തങ്ങൾ ഒന്നും പറഞ്ഞില്ല, പോയി മൊട്ടയടിച്ചു എന്ന് പറഞ്ഞു. മുടിയൊക്കെ ഉണ്ട്, ഭയങ്കര സ്റ്റൈൽ മുടിയാണ്. മുടി മൊട്ടയടിക്കുന്നു പറഞ്ഞു. മൊട്ടയടിച്ചു വന്ന് നോക്കുമ്പോ ഗ്ലാമർ പിന്നെയും കൂടി. ഉമർ തങ്ങൾ പറഞ്ഞു അമ്മിമു, ഒരു തലക്കെട്ട് വെച്ചു കൊടുക്കും. പക്ഷെ അദ്ദേഹം തലക്കെട്ട് കെട്ടിയപ്പോഴേക്കും ചൊറുക്കങ്ങട്ട് കൂടി, വല്ലാത്ത ഭംഗി പഠിച്ചോനെ. ഉമർ തങ്ങൾ പറഞ്ഞു പൊന്നാര മോനെ, നീ ഇങ്ങോട്ട് വാ, നിന്നെ ഞാൻ ബസ്റയിലേക്ക് പറഞ്ഞേക്കാം, ഇറാഖിലെ ബസ്റയിലേക്ക്. നീ ബസ്റയിലേക്ക് പോയിക്കോ, നിനക്ക് ജീവിക്കാനുള്ള എല്ലാം ഞാൻ തരാം. എന്തിനാ അമീർ മുഅ്മിനീനെ പറഞ്ഞേക്കണത്? എന്തിപ്പോ ഞാൻ ചെയ്തത്? ഒന്നുമില്ല. ലാ യുസാകിനന്നനി ഫിൽ മദീനതി റജുലുൻ لا يساكننني في المدينة رجل تهتف العواتق في خدورهن. അഷ്റഫുൽ ഖൽഖ് അന്ത്യവിശ്രമം കൊള്ളുന്ന മദീനയാണിത്. അഷ്റഫുൽ ഖൽഖ് വിശ്രമിക്കുന്ന മണ്ണാണിത്. ഈ മദീനത്തെ മണ്ണിൽ ഒരു ചെറുപ്പക്കാരൻ ഇവിടെ ജീവിക്കാൻ പറ്റില്ല. ആ ചെറുപ്പക്കാരനെ ഓർത്ത് അച്ചടക്കത്തിൽ കഴിയേണ്ട പെണ്ണുങ്ങൾ അവന്റെ വസ്തുക്കളും അവന്റെ വിശേഷണങ്ങളും പാടി നടക്കുന്നുണ്ടെങ്കിൽ, ഇവിടുത്തെ പെണ്ണുങ്ങൾക്ക് ഫിത്ന വരുന്നുണ്ടെങ്കിൽ, അങ്ങനത്തെ ഒരാൾ മദീനയിൽ പാടില്ല. അതാ വിഷയം. മദീനത്ത് വേണ്ട, എവിടെയെങ്കിലായിക്കോട്ടെ, മദീനത്ത് വേണ്ട. നീ പോയിക്കോ, ബസ്റയിലേക്ക് പോണം. നാട് കടത്തി ശിക്ഷിച്ചത് അല്ല, ഒരു മസ്ലഹത്തിന്. അതേ ചോദിച്ചു ഉമർ തങ്ങളെ, ഞാൻ പോണില്ല, ഞാൻ പോയേ പറ്റൂ. എന്തേ? ഒരു ചെറുപ്പക്കാരനും അഷ്റഫുൽ ഖൽഖ് കിടക്കുന്ന മണ്ണിലുള്ള ഒരു പെണ്ണിന് ഹറാമു തോന്നാൻ പാടില്ല. അപ്പൊ ചോദിച്ചു, പെണ്ണിന്റെ അവസ്ഥ എന്താണ്? അവളെ വിളിച്ചു വരുത്തി ചോദിച്ചപ്പോൾ പറഞ്ഞു, എന്റെ ഭർത്താവ് കച്ചവടത്തിന് പോയതാ, മാസം 4 കഴിഞ്ഞു. ഉമർ തങ്ങൾ നേരെ ചെന്നു. പൊന്നാര മകൾ അഷ്റഫുൽ ഖൽഖിന്റെ ഭാര്യയായ, അവിടുത്തെ മകളായ ഉമർ തങ്ങളുടെ മകൾ ഹഫ്സ ബിൻത് ഉമർ ബിനുൽ ഖത്താബ്, ഹഫ്സ ബീവിന്റെ അടുത്തേക്ക്, യാ ഹഫ്സ, ഹഫ്സ ബീവി, നിങ്ങൾ എനിക്ക് പറഞ്ഞു തരൂ, ഒരു ഭർത്താവിന്റെ സാമീപ്യമില്ലാതെ ഒരു പെണ്ണിന് എത്ര കാലം ജീവിക്കാൻ പറ്റും? പറഞ്ഞു 4 മാസം. 4 മാസം. ചെറുപ്പക്കാരിയാണ്, ജീവിതത്തിന്റെ വൈകാരിക ചിന്തകൾ വരുന്ന പ്രായമാണ്. അത്തരം സാഹചര്യങ്ങളാണെങ്കിൽ 4 മാസത്തിലധികം ഇനി ഒരു പുരുഷനും യുദ്ധത്തിന് പോയാലും കച്ചവടത്തിന് പോയാലും 4 മാസത്തിലധികം വൈകിക്കൂടാ. ഇല്ലാ ബിഇദ്നിഹിന്ന, അവരുടെ സമ്മതമില്ലാതെ എന്ന നിയമം പാസാക്കി ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു. ഇതൊക്കെ പരിഹാരം. മുഅ്മിനെ ഗൾഫിക്ക് പോയിരിക്കുകയാണ്, 1 കൊല്ലം നിന്നോ, നിന്റെ പെണ്ണിനോട് ചോദിക്കണം, അല്ല പെണ്ണെ, ഞാൻ ഇപ്പൊ 1 കൊല്ലം കഴിഞ്ഞ് ലീവ് ഇട്ട് വന്നാൽ വല്ല കുഴപ്പമുണ്ട്? നിങ്ങൾ ഇനി 2 കൊല്ലം കഴിഞ്ഞ് വന്നാൽ ഇവിടെ ഒന്നും നടക്കാൻ പോണില്ല, എന്നാ പിന്നെ കുഴപ്പമില്ല, നിങ്ങൾക്കല്ലേ ആ പിരാന്ത്, അങ്ങനത്തെ ഒക്കെ പെണ്ണ, എന്നാ പിന്നെ കുഴപ്പമില്ല. അല്ല, എനിക്ക് പിടിച്ചിരിക്കാൻ പറ്റൂല കേട്ടോ. 4 മാസം ലീവ് ഉണ്ടോ ഇല്ലേ, ഇല്ലെങ്കിൽ ജോലി ഒഴിവാക്കി പോരെ, നിന്റെ കുടുംബത്തോടൊപ്പം ജീവിച്ചോ, അന്തസ്സിൽ ഹലാല് കൊണ്ട് ജീവിക്കുക. അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉമർ തങ്ങളുടെ നിയമം. ഗൾഫുകാർക്ക് ഇത് ബാധകല്ലേ? അതില്ലാത്തോണ്ടല്ലേ ഇപ്പോൾ പ്രശ്നങ്ങളൊക്കെ നടക്കുന്നത്. ഒരു പണിയില്ലാത്ത ചെറുപ്പക്കാരെ നമുക്ക് പണിയിരുന്നത് എന്തുകൊണ്ടാ? ഇങ്ങനെ ഒഴിഞ്ഞു കിടക്കുന്ന വീടുകളാണ്. അള്ളാഹിനെ പേടിയില്ലാത്ത ചെറുപ്പക്കാരും അള്ളാഹുവിനെ പേടിയില്ലാത്ത പെണ്ണുങ്ങളും ജീവിച്ചാൽ ഫിത്ന വരും. ഫിത്ന വന്നാൽ അള്ളാഹുവിന്റെ അദാബ് വരും. ഞാനൊരൊറ്റ ആയത്തിലൂടെ അവസാനിപ്പിക്കുകയാണ്. واتقوا فتنة لا تصيبن الذين ظلموا منكم خاصة. واتقوا فتنة, നിങ്ങൾ അല്ലാഹുവിന്റെ ശിക്ഷയെ പേടിച്ചേക്കണം. എങ്ങനത്തെ ശിക്ഷ? لا تصيبن الذين ظلموا منكم خاصة, നിങ്ങളിൽ തിന്മ ചെയ്ത ആളുകൾക്ക് മാത്രമല്ലേ ആ ശിക്ഷ വരിക. തിന്മ ചെയ്തവർക്ക് മാത്രമല്ല, ചെയ്യാത്തവർക്കും വരും. അങ്ങനത്തെ ശിക്ഷയെ നിങ്ങൾ പേടിക്കണം. എന്താണ് ഈ പറഞ്ഞത്?
എല്ലാരും വിചാരിക്കുക ഞാൻ നല്ല കുട്ടിയായി ജീവിച്ചാൽ എനിക്ക് പ്രശ്നമില്ലല്ലോ, ഇന്ന അള്ളാഹു രക്ഷിക്കൂലല്ലോ. ഓരോരുത്തരും വിചാരിക്കും ഞാൻ എന്റെ കുടുംബം മാത്രം നന്നായാ മതി, ഞാൻ ഓരോ നോക്കിക്കോളാം, നാട്ടുകാരെ നോക്കൽ എന്റെ ബാധ്യതയല്ലല്ലോ. ഇങ്ങനെ ചിന്തിച്ചാൽ നാട്ടുകാരെ ആര് നന്നാക്കും? നാട്ടിലൊരു ഫിത്ന ഉണ്ടായിട്ട് എല്ലാരും വിചാരിക്കുകയാണ് ഞാനല്ലല്ലോ, എന്റെ കുടുംബമല്ലല്ലോ, എന്റെ കുട്ടികളല്ലല്ലോ, എന്നാ പിന്നെ എനിക്ക് പ്രശ്നം അല്ല. മുസ്ലിം ഉമ്മത്ത് അങ്ങനെ ചിന്തിക്കും. നമ്മളൊക്കെ ഒരു കൗമ, എന്ത് അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ അതൊക്കെ വളരെ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങളാണ്. നമ്മളൊക്കെ ഒന്നാണ്, നമ്മൾ ഉമ്മത്തുൻ വാഹിദ. ഫിത്ന ഉണ്ടാക്കാൻ തിരിയുന്നവരൊക്കെ ഉണ്ട്, അല്ലാഹു സൽബുദ്ധി കൊടുക്കുമാറാകട്ടെ. നമ്മൾ ഒന്നാണ് നമ്മൾ. ഈ ഉമ്മത്തിന്റെ പ്രശ്നം നമ്മുടെ പ്രശ്നമാണ്. ഇങ്ങനെ ചിന്തിക്കാൻ ആളുകൾ മുന്നോട്ട് വരുമോ? എല്ലാവരും ഞാൻ എന്റെ കാര്യം നോക്കിയാൽ മതി എന്ന് പറഞ്ഞാൽ അതിനാ അള്ളാഹുവിന്റെ നിയമം അല്ല. സമൂഹത്തിൽ ഒരു പ്രശ്നമുണ്ടായി നിങ്ങൾ ഇടപെട്ടില്ലെങ്കിൽ എല്ലാവർക്കും നിയമം അള്ളാഹുവിന്റെ ശിക്ഷ വരുന്നത് പേടിച്ചേക്കണം. തിന്മ ചെയ്തവർക്ക് മാത്രമല്ലേ, എല്ലാവർക്കും വരും. നിങ്ങൾ അതിന് ഇടപെട്ടില്ലെങ്കിൽ, നന്നാക്കിയില്ലെങ്കിൽ, ആണിനും പെണ്ണിനും, പ്രായമുള്ളവർക്കും അല്ലാത്തവർക്കും, ചെറുപ്പക്കാർക്കും അല്ലാത്തവർക്കും എല്ലാവർക്കും ഉമ്മത്തിൽ ബാധ്യതയുണ്ട്. ഓരോരുത്തരും മനസ്സിലാക്കുക, 15 വയസ്സ് കഴിഞ്ഞാൽ ഞാൻ ചെയ്യുന്ന പണിക്ക് ഉത്തരവാദി ഞാനാണ്, എന്റെ വാപ്പയല്ല, എന്റെ ഉമ്മയല്ല. ആണും പെണ്ണും മനസ്സിലാക്കിക്കോ. 10th ഒക്കെ എത്തിക്കഴിഞ്ഞാൽ തന്നെ കുട്ടികൾക്ക് ഈ ബോധമൊക്കെ ഉണ്ടാവും. 8th 9th എത്തിയാലും മനസ്സിലാവും. അവർക്ക് വേറെ പലതും ബോധം ഉണ്ടാവുണ്ടല്ലോ. സ്വന്തം I'm accountable for what I think, what I do, what I speak. ഈ ഒരു ബോധം നമ്മുടെ കുട്ടികൾക്ക് വേണം. ഞാനാണ് ഉത്തരവാദി, ഞാൻ പറയുന്നത്, ചെയ്യുന്നത്, ചിന്തിക്കുന്നത്, കാട്ടിക്കൂട്ടുന്നത്, ഇതിനെല്ലാം ഞാൻ ultimately me, ഞാനാണ് അല്ലാഹുവിന്റെ മുമ്പിൽ accountable. അല്ലാഹുവിന്റെ മുമ്പിൽ ഞാനാ ചോദ്യം ചെയ്യപ്പെടാൻ പോകുന്നത്. ഈ ബോധം ഉണ്ടായി അല്ലാഹു വീക്ഷിക്കുന്നു എന്നതിലേക്ക് ജീവിക്കുക. ഒരു ഹദീസ് കൂടെ ഞാൻ ചേർത്ത് പറയുന്നു. ഇഹ്സാൻ എന്താണ് നബിയെ എന്ന് ജിബ്രീൽ അലൈഹിസ്സലാം. എന്താണ് നബി ഇഹ്സാൻ? എന്താണ് നബി ഇഹ്സാൻ എന്ന് പറഞ്ഞാൽ എന്താ? ഖാല അൻ തഅബുദല്ലാഹ കഅന്നക തറാഹു വഇൻ ലം തകുൻ തറാഹു ഫഇന്നഹു യറാക്. അല്ലാഹു നിന്നെ കാണുന്നു എന്നതുപോലെ നീ അല്ലാഹുവിന് വേണ്ടി ജീവിക്കുക. തഅബുദല്ലാഹ് തുസല്ലി ലില്ലാഹ് എന്നല്ല, പള്ളി കയറുമ്പോൾ മാത്രമല്ല, അല്ലാതെ നിന്റെ ജീവിതം ഇബാദത്താണ്. അല്ലാഹു നിന്നെ കാണുന്നു എന്നതുപോലെ ജീവിക്കുക. Even if you don't see him, still he sees you. നീ അല്ലാഹനെ വഇല്ലം തകുൻ തറാ, നീ അല്ലാഹനെ കാണില്ലെങ്കിലും ഫഇന്നഹു യറാക്, അല്ലാഹ് നിന്നെ കാണുന്നുണ്ട്. എങ്ങനെ ജീവിക്കേണ്ടത്? നീ അല്ലാഹനെ കാണുന്നുണ്ട് എന്നതുപോലെ ജീവിക്കുക. ഒന്ന് ചിന്തിക്കുക, എന്താണ് പറഞ്ഞത്? നീ അല്ലാഹനെ കാണുന്നുണ്ട്. നമ്മൾ നോക്കൽ എന്താ? ക്യാമറ ഉണ്ടോന്നാ നോക്കുക, അല്ലെ? ഇന്ന ആരെങ്കിലും കാണുന്നുണ്ടോന്നാ നോക്കുന്നത്. ഇവിടെ ക്യാമറ വെച്ചിട്ടുണ്ടോ? ഇപ്പൊ ഇവിടെ കുരുത്തക്കേട് പറ്റൂല. മുസ്ലിം എങ്ങനെ? ക്യാമറയിലേക്ക് അങ്ങോട്ട് നോക്കുന്നവനാ. ക്യാമറ ഉണ്ടോന്നല്ല, നിന്നെ കാണുന്നുണ്ട് അങ്ങോട്ട് നോക്കുക. നിന്നെ ആരെങ്കിലും കാണുന്നുണ്ടെന്ന് വെക്കുന്നത് ക്യാമറ. ഇതിന്റെ നേരെ ഓപ്പോസിറ്റാ ഇസ്ലാമിന്റെ നന്മ എന്ന് പറഞ്ഞാൽ. എങ്ങനെ? നീ ജീവിക്കുന്നു, നീ അല്ലാഹുവിനെ കാണുന്നുണ്ട്, നീ അല്ലാഹുവിനെ കാണുന്നുണ്ട്, അല്ലാഹ് ഇങ്ങോട്ടും കാണുന്നുണ്ട്. പക്ഷെ നിന്റെ ബോധം അതായിരിക്കണം. അല്ലാഹു നമുക്ക് ഹിദായത്ത് നൽകുമാറാകട്ടെ.